ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 2ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു സിനഗോഗിൽ വെച്ച് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. കൈ ശോഷിച്ചൊരു മനുഷ്യൻ്റെ കൈ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ 4, 5, 6 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ രക്ഷിക്കുന്നതോ ഏതാണ് അനുവദനീയം? ഈശോ ഇങ്ങനെ ഇവരുടെ മനസ്സറിയാൻ വേണ്ടി ചോദിക്കുക. കൃത്യമായിട്ടും നന്മയുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് നിയമം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നിയമത്തിനും അതീതമാണ് നന്മ ചെയ്യുക എന്ന് പറയപ്പെടുന്നത്. നന്മയുടെ കൂട്ട് നിൽക്കുക എന്ന് പറയുന്നത്, നീതിക്ക് കൂട്ട് നിൽക്കുക എന്ന് പറയുന്നത് നിയമത്തിന് അതീതമാണ്. ഈ ഒരു ചോദ്യം ഈശോ ചോദിക്കുമ്പോൾ അവർ നിശബ്ദരായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുന്നത്. അവർ നിശബ്ദരായിരുന്നു. തൊട്ടടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് ക്രോധത്തോടെ അവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു. ഈ കൈ ശോഷിച്ച മനുഷ്യരെ സുഖപ്പെടുത്തുന്നു. അതാണ് നമ്മൾ ഈശോയുടെ റിയാക്ഷൻ വളരെ മനോഹരമായിട്ട് മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഹൃദയ കാഠിന്യം ഈശോ മനസ്സിലാക്കുന്നു. ത്തെക്കുറിച്ച് ദുഃഖിച്ചിട്ട് ക്രോധത്തോടു കൂടി അവരെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആ ഭാഗം വായിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഷമമുണ്ട്, ദേഷ്യവുമുണ്ട്, എന്നിട്ടാണ് ഈശോ ഇതിനോട് പ്രതികരിക്കുന്നത്. അപ്പം ദൈവം ഇങ്ങനെ ഈശ്വരനാഥൻ വളരെ ക്രോധത്തോടു കൂടി എന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് സുവിശേഷത്തിൽ അങ്ങനെ വേറെ കണ്ടെത്താനായിട്ട് പാടാം. അത്രയും ദേഷ്യത്തോടെ ഈശോ നോക്കുന്നു. സംടൈംസ് സൈലൻസ് ഈസ് എ ക്രൈം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ചില നേരങ്ങളിൽ നിശബ്ദത ഒരു കുറ്റകൃത്യമാണ്. നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്, മുമ്പൊരിക്കൽ പലതരം നിശബ്ദതകളെ കുറിച്ചൊരു വീഡിയോയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. പലതരം നിശബ്ദതകളുണ്ട്. ധ്യാനത്തിൻ്റെ നിശബ്ദതയുണ്ട്, ജ്ഞാനത്തിൻ്റെ നിശബ്ദതയുണ്ട്, അജ്ഞതയുടെ നിശബ്ദതയുണ്ട്, സമ്മതത്തിൻ്റെ നിശബ്ദതയുണ്ട്, പ്രതിഷേധത്തിൻ്റെ നിശബ്ദതയുണ്ട്. അങ്ങനെ നിശബ്ദത പലതരമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് കുറ്റകൃത്യമായൊരു നിശബ്ദതയാണ്. കുറ്റകൃത്യമായൊരു നിശബ്ദത. ഇങ്ങനെ അവർ കൃത്യമായൊരു മറുപടി പറയാത്തത് കൊണ്ട് തെറ്റിൻ്റെ പക്ഷത്ത് നിൽക്കുക. അവരുടെ നിശബ്ദത ഒരു നീതിയുടെ ലംഘനമാണ്, നന്മയ്ക്ക് എതിരാണ് നിശബ്ദത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയ കാഠിന്യത്തോടു കൂടി അവരിങ്ങനെ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നതിൻ്റെ പേരിൽ പുലർത്തുന്നൊരു നിശബ്ദത. ഇതിനെ ഈശോ വളരെ ദുഃഖത്തോടും ദേഷ്യത്തോടും കൂടി നോക്കിയെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. നമ്മൾ നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നീതി നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ നന്മയ്ക്കെതിരെ നിൽക്കുന്നതിൻ്റെ ഒരു തിന്മ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നതിന് എതിരെ നിൽക്കാനായിട്ട് നമ്മൾ ശബ്ദിക്കണം. ആ ശബ്ദിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത വിട്ടുകളഞ്ഞിട്ട് സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി, സ്വന്തം പോക്കറ്റിലുള്ളത് ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പോക്കറ്റ് വീണ്ടും നിറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സ്ഥാനങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ദുഷ്ടചിന്തയോടുകൂടി നീതിക്ക് നിരക്കാത്ത, നന്മയ്ക്ക് എതിരെ നിൽക്കുന്ന നിശബ്ദതകൾ നമ്മുടെ ഭാഗത്തുണ്ടാവും. അത്തരത്തിലുള്ള നിശബ്ദതകളെ ഈശോ നോക്കുന്നത് വളരെ വേദനയോടും ക്രോധത്തോടും കൂടിയാണ്. ഓർക്കുക, നമ്മുടെ ഒരു എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെയും ഒക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കേണ്ടതിന് പകരം നിശബ്ദത പുലർത്തുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നിൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈശ്വനാഥൻ വളരെ വേദനയോടും ദേഷ്യത്തോടും കൂടി നോക്കുകയാണ് എന്ന് തിരിച്ചറിവ്. സുവിശേഷം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. പലപ്പോഴും വളരെ വിഷമം തോന്നിയിട്ടുണ്ട്, വളരെ വിഷമം. നമ്മളെയൊക്കെ കാണുമ്പം ചിരിച്ചും കളിച്ചും വലിയ സ്നേഹത്തോടു കൂടിയൊക്കെ ഇടപെടുന്ന ചില മനുഷ്യരെ കാണും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മൾ കാണുമ്പോൾ തേനെ പൊന്നെ എന്നൊക്കെ വിളിച്ച് ഇടപെടുന്ന മനുഷ്യരാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, അങ്ങനെ വേണം, അതിനെ സംസാരിക്കുന്നുണ്ട്, നീ സംസാരിക്കണം, ഇതൊക്കെ പറയുന്ന മനുഷ്യർ അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് നശിപ്പിക്കാത്ത രീതിയിൽ നമുക്കെതിരെ സംസാരിക്കുന്ന, അവരൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൻ കള്ളനാണ്, അവന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ തങ്ങളുടെ നിലനിൽപ്പ്
തങ്ങളുടെ ഗീശ കീറിപ്പോകും, അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിന് പ്രശ്നം ഉണ്ടാകുമെന്ന് കണ്ടിട്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്താനോ അധികാരികളെ ധരിപ്പിക്കാനോ അത്തരത്തിലുള്ള കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് ചുറ്റും കാണാം. അതായത് നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുകയാണ്, നന്മയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അതിന് എതിരായിട്ട് സ്വന്തം താല്പര്യങ്ങൾ, അധികാരം ഉറപ്പിക്കാനും സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി അതിന് വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ഈ നിശബ്ദത പുലർത്തുന്നു, അല്ലെങ്കിൽ ആ നിശബ്ദതയ്ക്കപ്പുറത്തേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ സംഭാഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംടൈംസ് സൈലൻസ് ഈസ് എ ക്രൈം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംസാരിക്കേണ്ടടുത്ത് വായടച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കുറ്റകൃത്യമാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് എന്ത് താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ നേട്ടത്തിന് വേണ്ടിയോ നമ്മുടെ ഒരു ലാഭത്തിന് വേണ്ടിയോ നമുക്ക് ചില കാര്യങ്ങൾ ഉള്ളത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും നീതികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന നിശബ്ദത നീ പുലർത്തുന്നുണ്ടെങ്കിൽ കർത്താവ് വലിയ വേദനയോടും ദേഷ്യത്തോടും കൂടിയാണ് നോക്കുന്നുള്ള ആ നിശബ്ദതകളെ ദൈവം വിധിക്കാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിച്ച് നോക്കാം. കർത്താവെ, നീതി നിഷേധം നടക്കുന്നു, നന്മയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, കാരുണ്യമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ കൊള്ളരുതായ്മകൾക്ക് കൂട്ടു നിൽക്കേണ്ടി വരുന്നു. ഇവിടെയൊക്കെ നിശബ്ദത പുലർത്തി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയി ചാവുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് അവിടെയൊക്കെ ഈ നീതികേടുകൾ ഇതിലൊക്കെ കൂട്ടു നിൽക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെക്കൊണ്ട് ദേഷ്യത്തോട് നോക്കിപ്പിച്ച് ഇടപെടിച്ചിട്ട് പിന്നെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പേ കർത്താവ് ജീവിതം എടുക്കുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് ചുറ്റുപാട് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ടാവാം, ചില നിശബ്ദതകളിൽ പെട്ടുപോകുന്നുണ്ടാവാം. അതിനോർത്ത് കർത്താവിൻ്റെ മുമ്പിൽ മാപ്പി ചോദിക്കാം. കർത്താവെ, ഇത്രയും നീതികേടുകൾ എൻ്റെ കൺമുമ്പിൽ നടന്നിട്ട് വാതുറക്കാൻ പറ്റാത്തവനായിട്ട് ഞാൻ ഇരുന്ന് പോകേണ്ടി വരുന്ന നിമിഷങ്ങൾ ഓർത്ത് കർത്താവെ മാപ്പി ചോദിക്കുന്നു. ഈ നന്മ കെടുത്തിക്കളയുന്ന, ജീവൻ നശിപ്പിക്കുന്ന കാരുണ്യമില്ലായ്മയുടെ, നീതികേടുകളുടെ, അഴിമതിയുടെയൊക്കെ തിന്മ ചുറ്റും നടക്കുമ്പോഴും നിശബ്ദത പുലർത്തേണ്ടി വരുന്നു എന്നത് നീ വലിയ ദുഃഖത്തോടും ക്രോധത്തോടും കൂടി നോക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവെ മാപ്പ് എന്ന് പറയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. നിശബ്ദത കുറ്റകൃത്യമാകാതിരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.